തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദ കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തതയിലാണ് CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ വീണ്ടും വ്യൂ പോയിന്റിലെത്തുന്നത്. സഖാവേ, സ്വാഗതം. ബെനറ്റ് എബ്രഹാമിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളിൽ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച CPIയുടെ നടപടിയെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും ആരോഗ്യകരമായ ഇടപെടൽ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോൾ CPIയെ നയിച്ചത് ശ്രീ പന്ന്യൻ രവീന്ദ്രനായി പോയി എന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായല്ലോ. വ്യക്തി എന്ന നിലയിലും CPIയെ നയിക്കുന്ന അതിൻ്റെ നേതൃസ്ഥാനത്തുള്ള ഒരാളെന്ന നിലയിലും ഇത് താങ്കളുടെ മനസ്സിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? നമ്മുടെ പാർട്ടിക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ തന്നെ അതൊരു പുതുമയുള്ളതാണ്. ഞങ്ങൾ സ്ഥിരമായി സ്വീകരിക്കുന്നൊരു നടപടി, തെറ്റ് കണ്ടാൽ ആ തെറ്റ് തിരുത്തുക, ഇനി ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിച്ച പ്രധാനപ്പെട്ട നടപടി. സാധാരണയായി നമ്മുടെ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഭരണഘടന അനുസരിച്ച്, അതാണ് കീഴ്വഴക്കവും. ഇത്തവണ ഇതുപോലെ വന്നപ്പം ഞങ്ങളൊരു മാറ്റമുണ്ടായി. ആ മാറ്റം ഇനി മുതൽ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത് സ്റ്റേറ്റ് കൗൺസിലായിരിക്കും. എന്ന് പറഞ്ഞാൽ 107 പേരുള്ള സ്റ്റേറ്റ് കൗൺസിലിന് ആ അധികാരം വന്നിരിക്കുന്നു. നേരത്തെ 31 പേരുള്ള എക്സിക്യൂട്ടീവാണ് തീരുമാനിക്കേണ്ട കാര്യം. അതൊരു അനുഭവ പാഠമാണ്. അനുഭവ പാഠത്തിൽ കൂടി ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചൊരു തീരുമാനമാണ്. മാത്രമല്ല, ഈ തീരുമാനം എനിക്കെന്തിനാ വിഷമം താങ്കൾ ചോദിച്ച പോലെ എനിക്ക് അഭിമാനമാണുള്ളത്. ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇതുപോലൊരു നടപടി സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നല്ലോ. അതെനിക്ക് അഭിമാനമുള്ള കാര്യമാണ്. താങ്കൾ പറഞ്ഞതുപോലെ തെറ്റ് തിരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് കേരളത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ മാതൃകയായി നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന കാര്യമാണ്. അതിൽ തർക്കമില്ല. പക്ഷേ ഈ പിഴവ് എങ്ങനെ സംഭവിച്ചു? ഈ പിഴവ് ഉണ്ടായത് താങ്കൾ നേതൃത്വം കൊടുക്കുന്ന കാലത്തായി പോയല്ലോ എന്ന കാര്യത്തിലാണ് താങ്കൾക്ക് മനോദുഃഖമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. രണ്ടാമതായി, നടപടിക്ക് വിധേയരായവർ പറയുന്നത് പന്ന്യൻ രവീന്ദ്രൻ അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതിന് പകരം തങ്ങളെ ബലിയാടാക്കുകയായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ കാര്യങ്ങളും കേരളീയ മനസാക്ഷിക്ക് മുന്നിലുണ്ട്. അല്ലല്ല, നോ. പന്ന്യൻ രവീന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയാണ്. ആ സെക്രട്ടറിയാണ് വിമർശിക്കേണ്ടത്. അത് വിമർശിക്കുന്നത് സ്വാഭാവികം മാത്രമാണ്. അതിലെനിക്ക് ഒരു തരത്തിലുള്ള സങ്കോചവുമില്ല, വിഷമവുമില്ല. കാരണം പാർട്ടി സെക്രട്ടറി വിമർശിക്കണം. പാർട്ടി സെക്രട്ടറി, ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് ആ കാര്യത്തിൻ്റെ കല്ലും നെല്ലും തിരിച്ചറിയണമെന്ന വാശിയുണ്ടായിരുന്നു. ഈ തെറ്റ് ആരെ ഭാഗത്തുണ്ടായാലും തെറ്റ് തിരുത്തണമെന്ന വാശിയുണ്ടായിരുന്നു. അല്ലെങ്കിൽ നാളെ ഞാനൊരു കളങ്കിതനായ സംസ്ഥാന സെക്രട്ടറി ആവും. കളങ്കവും കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു പാർട്ടിയെ കൊണ്ടുപോയി ഇതുപോലൊരു തെറ്റിലേക്ക് വന്നപ്പോൾ നോക്കിയിരുന്നു എന്നൊരു കുറ്റം നാളെ എൻ്റെ മേലെ ഒരു പഴിയായി വരും. അത് വരാതിരിക്കാനാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞല്ലോ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കേന്ദ്ര എക്സിക്യൂട്ടീവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റും കേന്ദ്ര എക്സിക്യൂട്ടീവും ഇതുപോലൊരു സന്ദർഭത്തിൽ ആ വേണ്ട സമയത്ത് വേണ്ട പോലെ അവർക്ക് ഇടപെടാൻ പറ്റിയില്ല. അതൊരു കുറ്റപ്പെടുത്തലാണ്, സ്വയം കുറ്റപ്പെടുത്തലാണ്. അത് സംസ്ഥാന കൗൺസിലിന് സാധാരണഗതിയിൽ വ്യത്യസ്തമാണ്. നമ്മളൊന്നും പിഴവില്ലാത്ത ആളുകളെന്നല്ല. നമുക്കങ്ങനെ ഒരു അബദ്ധം പറ്റി. കാരണം എന്താ, ഒരു ജില്ലയിലെ സ്ഥാനാർത്ഥിയെ, ഒരു പാർട്ടി മണ്ഡല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ആ ജില്ലയുടെ ചുമതലയുള്ള സഖാക്കൾ വന്ന് നിർബന്ധമായത് പറയുമ്പം അന്ന് അത് പരിശോധിക്കാനുള്ള ഒരു ജിജ്ഞാസ നമ്മൾ കാണിച്ചില്ല. ആ പരിശോധിക്കാനുള്ള ജാഗ്രത ഞങ്ങൾ കാണിച്ചില്ല. തെറ്റാ. ആ തെറ്റ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതിൻ്റെ അർത്ഥം കുറ്റവാളികളെ പോലെ തന്നെ എല്ലാവരും പോകണം എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നത് ശരിയാണോ? അല്ല, അത് പിഴവായിപ്പോയി. ഞങ്ങൾ അംഗീകരിച്ചു. ആ പിഴവ് തിരുത്തുക മാത്രമല്ല, ഇനി ആവർത്തിക്കലെന്ന് പറഞ്ഞു. ആവർത്തിക്കാതിരിക്കാനാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇനി സംസ്ഥാന കൗൺസിലാണ് സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത്. അതൊരു ചെറിയ മാറ്റമല്ല. CPI പോലൊരു പ്രസ്ഥാനത്തിൽ ഇതുപോലെ ഒരു പേയ്മെൻറ്റ് സീറ്റിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി എന്ന് പറയുന്നത് ചെറിയൊരു കളങ്കമല്ല. മാത്രമല്ല, CPIയുടെ ദേശീയ പാർട്ടി പദവി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് തോൽക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായത്. അതൊരു ചെറിയ പിഴവല്ല. കുറ്റം ചെയ്തവരെ മുഴുവൻ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പാർട്ടിക്ക്? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് തെറ്റ്. താങ്കൾ പറഞ്ഞിരുന്ന വാക്കിന് തെറ്റാ. പേയ്മെൻറ്റ് സീറ്റ് എങ്ങനെയാണ് പേയ്മെൻറ്റ് സീറ്റ് ആവുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണം വാങ്ങിയിട്ട് ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നതല്ലേ? അല്ലേ പേയ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നത്? ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ സെക്രട്ടറിയാണ് ഞാൻ 39 ലക്ഷം രൂപയാണ് തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി പാർട്ടിയുടെ സഖാക്കൾ പിരിച്ചത് കാഴ്ച കൊടുത്തത്. കേരളത്തിലെ പാർട്ടി
പ്രമാണിമാരുടെ നിന്ന് കാശ് പിരിച്ചതല്ല. പാർട്ടി സഖാക്കൾ 1,21,000 പാർട്ടി മെമ്പർമാർ കേരളത്തിലുണ്ട്. അവരെല്ലാവരും പാവപ്പെട്ടവരും ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാത്തവരും 100 രൂപ പിരിച്ചു കൊണ്ട് തന്നു. 100 രൂപ ഒരു പാർട്ടി മെമ്പർ കോൺട്രിബ്യൂഷൻ. അതിൻ്റെ വിഹിതമായിട്ടാണ് 39 ലക്ഷം കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ PML സീറ്റാണെങ്കിൽ ഞങ്ങൾ കാശ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. PML സീറ്റാണെങ്കിൽ പിന്നെ പണം ഇങ്ങോട്ട് വരില്ല വേണ്ടത്. ഇതൊക്കെ വെറുതെ പ്രചരണം മാത്രമാണ്. ഞങ്ങളുടെ പാർട്ടി അന്വേഷിച്ചിരിക്കുന്ന കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് PML സീറ്റ് എന്ന വാദം തള്ളുന്നു. ഇത് സംബന്ധിച്ച് സാമ്പത്തിക ക്രമക്കേടുകളെന്ന് പറഞ്ഞ് തള്ളുന്നു. പിന്നെ എന്താ, സ്ഥാനാർത്ഥി നിശ്ചയത്തിൽ വന്നിരിക്കുന്ന പിന്നാമ്പുറത്തുള്ള കളികളായിരുന്നു. അതാണ് ഈ ചർച്ചയിൽ വിഷയം. മറ്റ് പണമല്ല കാര്യം. അത് കൊണ്ടുപോയി ചില രീതിയിൽ ചില ആളുകൾ കൊണ്ടുപോയി ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടുപോയിട്ട് അതിൽ കൊണ്ടുപോയി ഉൾപ്പെടുത്തണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയുള്ള പാർട്ടിയല്ല, പണത്തിൻ്റെ പിറകെ പോകുന്ന പാർട്ടിയല്ല. ഞങ്ങളങ്ങനെ നോക്കിയിട്ടില്ല, നോക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളെ മുൻതലമുറ ഞങ്ങൾ കാണിച്ചെന്നതാ. നിങ്ങൾ ഒരിക്കലും മാത്രമല്ല പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന കാര്യം താങ്കൾക്കറിയോ? താങ്കൾക്ക് ചില ഒരുപാട് കാര്യങ്ങൾ അറിയുന്നല്ലോ. താങ്കൾ നല്ല പത്രപ്രവർത്തകരാണല്ലോ. ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചു, പാർട്ടി ഫണ്ട് പിരിക്കാൻ പോകുന്നത് ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, റെസീറ്റ് ഇല്ലാതെ ഫണ്ട് പിരിക്കാൻ പാടില്ല, ഒരു കമ്മിറ്റിയുടെ തീരുമാനത്തിൽ പിരിക്കാൻ പാടുള്ളൂ. കമ്മിറ്റി ഫണ്ട് പിരിച്ചു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ള ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും ആ ജില്ലാ കമ്മിറ്റി അറിഞ്ഞിരിക്കണം. ജില്ലാ കമ്മിറ്റിയുടെ അനുവാദത്തോടെയാണ്. ഇത്ര സുതാര്യമായി പിരിക്കുന്ന ഏർപ്പാട് എവിടെയുണ്ട്? സുതാര്യമായി പിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാത്തിനും കണക്കുള്ളതാണ്. ഞങ്ങൾ വലിയ മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്കെല്ലാം സുതാര്യതയുണ്ടെന്ന കാര്യം മനസ്സിലായിക്കോ. അതാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. മറ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഏർപ്പാട് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യത്തിലും തർക്കം വേണ്ട. ഞാനീ പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ അതിലെ വിശ്വാസം. 39 ലക്ഷം രൂപ ഞാൻ കൊടുത്താണ്. 30 ലക്ഷം രൂപ ചെക്കാണ് കൊടുത്തത്. ആ ചെക്കിന് കൗണ്ടർ ഫോയിൽ നമ്മളവിടെ ഉണ്ടല്ലോ ചെക്കിനത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാമല്ലോ. ചെക്ക് വേണമെങ്കിൽ ഞങ്ങൾ സുതാര്യതയോടെ ചെയ്തത്. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ആ ഏർപ്പാട് നമുക്കില്ല. ഇവിടെ PML സീറ്റുള്ള വിഷയം വളഞ്ഞ വഴിയിൽ കൂടി സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാണ്. ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം താങ്കൾ പറഞ്ഞതുപോലെ വളഞ്ഞ വഴിയിലൂടെയുള്ള സ്ഥാനാർത്ഥി നിർണയം വലിയ വില കൊടുക്കേണ്ടി വന്ന ഗുരുതരമായ പിഴവാണെന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതല്ലേ പിഴവ്. ആ പിഴവാണ് ഞങ്ങൾ നടപടിയെടുത്തതിൻ്റെ പിഴവ്, മറ്റുള്ള കാര്യങ്ങളില്ല. പിന്നെ പുറത്തു പോയ ആളുകൾ പറയുന്നൊന്നും വലിയ കാര്യമാക്കണം. അത് നമ്മൾ ഗൗരവത്തിലെടുക്കില്ല. കാരണം എന്താ പറയുക, പുറത്തു പോകുന്ന ആളുകൾക്ക് എന്തും പറഞ്ഞു പോകാലോ, അവർക്ക് എന്തെങ്കിലും ചളിവാരി എറിഞ്ഞു പോകാലോ. അതുകൊണ്ടൊന്നും കാര്യമില്ല. ജനങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ അവരും ഇതുപോലെ വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ വർഷങ്ങളായി അടിയുറച്ച് നിന്നുള്ള ആൾ ഇത് പിരിഞ്ഞു പോയി ഉടനെ അയാൾ പറഞ്ഞു കിട്ടിനോ? അയാൾ പറഞ്ഞു ഞാൻ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂടെ നിങ്ങൾക്ക് തീരുമാനിച്ച് ചെങ്കുഴിയുടെ ഭാഗത്ത്, പക്ഷേ CPM എടുക്കുന്നില്ല, അവിടെ ഞാനിതാ RSPയിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിനോട് ഒന്ന്. എന്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യം അയാൾക്ക്? ഏത് കമ്മ്യൂണിസ്റ്റ് മൂല്യം അയാൾക്ക്? എന്ത് കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത അദ്ദേഹത്തിന്? വർഷങ്ങളായി നിന്നെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. വർഷങ്ങളായി നിന്നെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് ബോധം നയിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വീര്യമുണ്ടാകണം. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുടെ കൂടെ തന്നെ കമ്മ്യൂണിസ്റ്റ് ബോധം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിൽ സിൻസിയാരിറ്റിയും വേണം. അതില്ലാതെ വന്നാൽ ഇതില്ലേ അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് അത്തരം ആളുകളെയൊന്നും ഇനി പാർട്ടിയിൽ നിർത്തൂലെന്ന് ഞങ്ങളുടെ പാർട്ടി ഖണ്ഡിതമായി തീരുമാനിച്ചിരിക്കുന്നു. അതിലൊരു നട്ടവും നമുക്ക് പറ്റിയില്ല. അതിൽ നമ്മൾ ചെയ്യാവുന്നത് ചെയ്ത് അതിൻ്റെ ഗുണം ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ള. പാർട്ടി കൂടുതൽ ഊർജ്ജസ്വലമായി CPI പുനരേകീകരണം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായിരുന്നു MA ബേബിയുടെ ഒരു പരാമർശത്തെ തുടർന്ന്. പക്ഷേ അദ്ദേഹം തൊട്ടടുത്ത ദിവസം തന്നെ ആ പരാമർശത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ഇടതുപക്ഷ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു വിശാലമായ ഇടതുപക്ഷ വേദി എന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. CPI നേതാക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എടുത്തു ചാടി പ്രതികരിക്കുകയാണോ ആ വിഷയത്തിലുണ്ടായത്, താങ്കൾ ഉൾപ്പെടെ? അല്ല, ഞങ്ങൾ അങ്ങനെ എടുത്തു ചാടിയിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങൾ 19ാം പാർട്ടി കോൺഗ്രസിൻ്റെ കാലത്ത് പറഞ്ഞതാണ്. കാരണം താങ്കൾ ആലോചിക്കേണ്ടത് 1964 പാർട്ടി ഭിന്നിച്ചത്. നൂറ്റാണ്ട് കാലമായി ഭിന്നിച്ചിട്ട് ഈ നൂറ്റാണ്ട് കാലത്തിനിടയ്ക്ക് ഇന്ത്യയുടെ റിസൾട്ട് എന്താ? ആ ഭിന്നിക്കുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയായിരുന്നു? പാർട്ടി ഭിന്നിക്കുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിരുന്നു? കോൺഗ്രസിന് പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നായിരുന്നു അന്നത്തെ ഒരു പൊതുധാരണ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്ര ഉജ്ജ്വലമായി മുന്നോട്ട് വന്ന പാർട്ടിയാണ്. ആ പാർട്ടി 1964 അതുവരെ എല്ലാവരും ധരിച്ചിരുന്നത് ഏത് പാർട്ടി വളർന്നാലും കമ്മ്യൂണിസ്റ്റുകാർ വളരുമില്ല എന്നാണ്. 1925 കോൺപൂരിലുണ്ടായ പാർട്ടിയാണ്. ആ പാർട്ടി പിളരില്ല എന്ന് എല്ലാവരും ധരിച്ചതല്ലേ? നമ്മുടെ നേതാക്കന്മാരെല്ലാം പോരാട്ടത്തിൻ്റെ മുന്നിൽ നിന്ന് നേതാക്കന്മാരാണ്, വിപ്ലവകാരികളാണ്. അവർ പിളരില്ല എന്ന് ധരിച്ചിരുന്നല്ലേ? ആ പിളർപ്പ് 64 ആ പിളർപ്പിൻ്റെ ദോഷം എന്താ? ഇന്ത്യയിൽ വരുന്ന കോൺഗ്രസ്സിന് പകരം വരേണ്ട ഏറ്റവും ശക്തമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പോടുകൂടി
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വഴി തടയപ്പെട്ടു. ആ ഭിന്നിക്കാൻ ഇടവരുത്തിയ തർക്കങ്ങളുണ്ടല്ലോ, ആ തർക്കങ്ങൾ ഇന്നും പ്രസക്തമാണെന്നാണ് ബേബിയെ പോലുള്ളവർ പറയുന്നത്. അതെ, ബേബിയോട് വിശ്വസിക്കുന്നത്, CPM പ്രചരിപ്പിക്കുന്നത്, CPM പറയുന്നത്. അത് ഞാൻ ബേബിയോട് തന്നെ പറഞ്ഞല്ലോ, ഞാനത് പരസ്യമായി പറഞ്ഞു. ഭിന്നിക്കുമ്പം പ്രധാനമായും പറഞ്ഞ കാര്യം എന്താ, ആ കാര്യങ്ങൾ സാർവദേശീയ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ ഭിന്നിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചർച്ചയ്ക്ക് പോകുന്നില്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭിന്നിക്കുമ്പോൾ പറഞ്ഞ കാര്യം രണ്ട് പാർട്ടികളുടെയും പ്രത്യേക പരിപാടികളാണ്. CPM ജനകീയ ജനാധിപത്യ വിപ്ലവം, ഞങ്ങൾ ദേശീയ ജനാധിപത്യ വിപ്ലവം. എന്താ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത്? തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം, അതാണ് അതിൻ്റെ ആത്യന്തികം. അതാണ് ജ്യോതി ബാസുവെ പ്രധാനമന്ത്രിയാക്കാന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം അതാ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണല്ലോ. ആ നേതൃത്വമില്ലാത്ത കൊണ്ടാണ് ദേശീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത്. എന്താ, ബൂർഷാസിയുമായി ചില സമയത്ത് യോജിച്ച് പോകേണ്ടി വരും. അതാണ് ഇവിടെ ഒന്നാം UPA ഗവൺമെൻറ് ഭാഗമതാ. ബൂർഷാസിയെ രാജ്യം ഭരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM കൂടി ഒരുമിച്ച് പിന്താങ്ങില്ലേ? ഇല്ലേ? 4 വർഷക്കാലം നമ്മൾ ഒരുമിച്ചിരുന്നില്ല. എൻ്റെ കൂടെ കോൺഗ്രസുമായുള്ള ബന്ധം എവിടെയാ? ബേബി പറയുന്ന കാര്യം എവിടെയാ? ബേബി പറഞ്ഞത് കോൺഗ്രസുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇപ്പോഴും സംശയമുണ്ടെന്നാ. എവിടെയാ സംശയം? അത് മാത്രമല്ലല്ലോ, പല സ്ഥലങ്ങളിലും ഇപ്പോഴുള്ള ബന്ധം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ആന്ധ്രയിൽ എങ്ങനെയാ? CPM രണ്ട് വിഭാഗം, റെഡ്ഡിൻ്റെ കോൺഗ്രസ് തന്നെയല്ലേ? ആ കോൺഗ്രസിലൂടെയല്ലേ CPM ഉണ്ടായത്. അതുകൊണ്ട് ആ തർക്കത്തിലേക്ക് പോയിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാതൃകയാവേണ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പിന് ശേഷം യോജിച്ച് വരിക എന്ന് പറയുന്ന ഒരു അനുകൂലമായ ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കാൻ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം.